ഒരു സംസ്ഥാനത്തെ പോലീസിങ് നന്നാകണമെന്നുണ്ടെങ്കിൽ പോലീസും ജനങ്ങളുമായിട്ട് മൈത്രി ഉണ്ടാകണം. അപ്പോൾ അതിനെ സംബന്ധിച്ചൊരു കരുപ്പിടിപ്പിച്ച ഒരു സ്കീമാണ് കേരള പോലീസിലെ ജനമൈത്രി പദ്ധതി. അത് ആദ്യം 10-20 പോലീസ് സ്റ്റേഷൻ നടപ്പാക്കി. എല്ലാവരും അതുമായിട്ട് സഹകരിച്ചു. ഭരണകക്ഷിക്കുള്ളവരും പ്രതിപക്ഷത്തുള്ളവരും എല്ലാ MLA-മാരും എവിടെയെല്ലാം നടപ്പാക്കി അവിടുത്തെ എല്ലാ MLA-മാരുമായിട്ട് സഹകരിച്ചു. അതിന്ന് ഏതാണ്ട് 1243 പോലീസ് സ്റ്റേഷനിലേക്ക് അത് വ്യാപിപ്പിക്കാനിടയായി. ഈ ഇന്ത്യ മുഴുവനായിട്ട് കാണുകയും അംഗീകരിക്കുകയും ചെയ്തൊരു പദ്ധതിയാണ് ജനമൈത്രി പോലീസ് പദ്ധതി. അത് തുടർച്ചയായിട്ട് മാറി മാറി വരുന്ന സർക്കാരുകൾ തന്നെ അതിനെ അംഗീകരിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഇതുമൂലം ഇന്ന് പോലീസിന് ചില മാനദണ്ഡങ്ങളുണ്ട്. അവരെ എത്ര കേസെടുക്കാൻ അവർക്ക് സാധിക്കുന്നു, എത്ര കേസ് കൺവിക്ഷൻ ആകുന്നു, അവർക്ക് പരാതി കിട്ടുന്ന എത്ര കേസുകളിൽ പ്രതികളെ കണ്ടെത്തുന്നു. ഈ 3 കാര്യത്തിലും ഇന്ന് ഇന്ത്യയിൽ ഒന്നാമത് നിൽക്കുന്നത് കേരള പോലീസാണ്. എത്ര ചെറിയ സംഭവങ്ങൾ നടന്നാലും അത് പോലീസിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സംസ്ഥാനം കേരളമാണ്. അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസുകളിൽ ഭൂരിഭാഗം കേസുകളും കോടതിയിലെത്തുന്ന സംസ്ഥാനം. 98% കേസുകളാണ് കോടതിയിലെത്തുന്നത്. അതൊരു ഇന്ത്യ രാജ്യത്തെ ഒരു പോലീസിനും സാധ്യമല്ല. അത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ലക്ഷക്കണക്കിന് കേസുകളിൽ 98% കേസുകളിലെയും പ്രതികളെ കോടതിയിൽ എത്തിക്കാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് മാത്രമല്ല, അങ്ങനെ എത്തിക്കുന്ന പ്രതികളിൽ 68% കോടതിയിൽ നിന്ന് ശിക്ഷിക്കുന്നുമുണ്ട്. ഇത് വളരെയധികം ആളുകൾക്ക് അറിഞ്ഞുകൂടാത്ത കാര്യമാണ്. ഇത് ഇന്ത്യയിലെ ഹയസ്റ്റാണ്.